Dear students, we can continue the discussion of Ncert exercise of the chapter Motion in a Straight Line. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. So we can go with the 11th question. Read each statement below carefully and state with reasons and examples if it is true or false. A particle in one-dimensional motion. So we have to consider, ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അത് ബേസ് ചെയ്തിട്ട് ആദ്യത്തെ കൺസെപ്റ്റ് വിത്ത് സീറോ സ്പീഡ് അറ്റ് അൻ ഇൻസ്റ്റന്റ് മേ ഹാവ് നോൺ സീറോ ആക്സിലറേഷൻ. സോ വി ഹാവ് ടു ഡിസ്കസ് ദ സിറ്റുവേഷൻ. അവിടെ സീറോ സ്പീഡ് ഉണ്ടാകണം, കൂട്ടത്തിലെ നോൺ സീറോ ആക്സിലറേഷൻ ഒരിക്കലും സീറോ ആകാനും പാടില്ല. സപ്പോസ് നമ്മളൊരു ബോഡിയെ മുകളിലോട്ട് ത്രോ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഹയസ്റ്റ് പോയിന്റിൽ എത്തിയിട്ട് തിരിച്ച് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ലുക്ക് ദ പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് കൺസിഡർ ചെയ്തേ. അവിടുത്തെ സ്പീഡ് എന്താണ്? സീറോയാണ്. മൊമെന്ററിലി അറ്റ് റെസ്റ്റ് ദേ. അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? യെസ്, ഡൗൺവേർഡ് വെർട്ടിക്കലി ഗോട്ട് ദ വാല്യൂ -g. So that is the first statement we can say as true. നമുക്കൊരു എക്സാമ്പിളും കൊടുക്കാൻ കഴിഞ്ഞു. വാട്ട് അബൌട്ട് ദ ബി, ദ സെക്കൻഡ് വൺ? ഇവിടെ പറയുന്നത് സീറോ സ്പീഡ് മേ ഹാവ് നോൺ സീറോ വെലോസിറ്റി. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ഓഫ് വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് സാധാരണ രൂപത്തിൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ വി ക്യാൻ സേ ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നോൺ സീറോ വെലോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന് സ്പീഡ് ഉണ്ട് എന്നൊരു മീനിങ് ആണ് എന്ന കാര്യം ഓർക്കുക. സോ വി ക്യാൻ ഗോ ഹെഡ് വിത്ത് ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് മസ്റ്റ് ഹാവ് സീറോ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ആ വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ പറയാണ് കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. കോൺസ്റ്റൻറ്റ് സ്പീഡ്, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സീറോ ആകണം. സാധാരണ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകുന്ന ബോഡി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആക്സിലറേഷൻ ഈസ് സീറോ, കംഫർട്ടാണ്. ബട്ട് നമുക്കൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്താൽ ഒരു സർക്കുലർ മോഷൻ ഒന്ന് കൺസിഡർ ചെയ്തേ. അവൻ ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, ഒരേ സ്പീഡിലാണ്. അപ്പം ഈ ഇവിടം മുതൽ ഇതുവരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന അതേ സമയം കൊണ്ടാണ് ഇവിടം മുതൽ ഇതുവരെ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തേ. അപ്പം ഉറപ്പായിട്ട് നമുക്ക് പറയാം സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇഫ് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഇറ്റ് ഈസ് ചേഞ്ചസ് കണ്ടിന്യൂവസ്ലി. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം അവിടെ ഒരു ആക്സിലറേഷൻ ഈസ് ദെയർ. അത് നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. ദാറ്റ് ആക്സിലറേഷൻ ഈസ് ആക്ടിങ് അലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻറ്റർ. സോ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് ഫോൾസ് ആയിട്ട് പറയാം. കോൺസ്റ്റൻറ്റ് സ്പീഡിന് മസ്റ്റ് ഹാവ് സീറോ ആക്സിലറേഷൻ അല്ല, അവിടെ ആക്സിലറേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. സോ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫോൾസ് ആയിട്ട് പറയാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഡി ഓപ്ഷൻ പറയുന്നത് വിത്ത് പോസിറ്റീവ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ മസ്റ്റ് ബി സ്പീഡിങ് അപ്പ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സിറ്റുവേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്പോസ് എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ഹാസ് ഡിക്രീസിങ് സ്പീഡ്. അപ്പം മേപ്പോട്ട് പോകുന്ന അനുസരിച്ച് സ്പീഡ് കുറയുകയാണ്. വി ചൂസ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് നോർമലി മേപ്പോട്ടും ഒരു ബോഡി എറിഞ്ഞു, നമുക്ക് തിരിച്ച് താഴോട്ട് വന്നു. സോ ആ ഒരു കണ്ടീഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്തേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് താപ്പോട്ടുള്ള മൂവ്മെൻറ്റ് പോസിറ്റീവ് ആണ് എന്ന് കൺസിഡർ ചെയ്തേ. അവിടെ വരുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് താപ്പോട്ടാണ്. ഗുഡ്. മൂവ്മെൻറ്റും താപ്പോട്ടാണ്. അപ്പോൾ ഈ ഒരു ഡൗൺവേർഡ് മോഷനിൽ ആ പറഞ്ഞ കൺസെപ്റ്റ് കറക്റ്റാണ്. പക്ഷേ ഈ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ നമ്മളുടെ താപ്പോട്ടുള്ള വാല്യൂ പോസിറ്റീവ് ആണ്, ബട്ട് ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, ബട്ട് മൂവ്മെൻറ്റ് മേപ്പോട്ടാണ്.
പക്ഷെ അവന് ഡിക്രീസിങ് സ്പീഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് താപ്പോട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്നൊരു ആസ്പെക്ട്സിലെടുത്തു. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം രണ്ട് കേസസിലും. അപ്പോൾ മേപ്പോട്ടുള്ള മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് അവൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ് താപ്പോട്ട്. ബട്ട് വാട്ട് ഹാപ്പൻ? ദാറ്റ്സ് സ്പീഡ് ഈസ് കണ്ടിന്യൂവസ്ലി ഡിക്രീസിങ്. സോ നമുക്ക് അതുകൊണ്ട് ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് പറയാം. സോ നമുക്ക് എല്ലാ കേസസിലും അത് ശരിയാകത്തില്ല. സോ നമുക്ക് ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് ആയിട്ട് നമുക്ക് പറയാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 12. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 90 meter on a floor. At each collision with the floor, the ball loses 1/10 of its speed. അപ്പോൾ കൊളിഷൻ ബേസ് ചെയ്തിട്ട് അവൻ്റെ സ്പീഡ് 1/10 ആയിട്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പ്ലോട്ട് ദ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് ഇറ്റ്സ് മോഷൻ ബിറ്റ്വീൻ t = 0 to 12 seconds. 0 തുടങ്ങി 12 സെക്കൻഡ് വരെയുള്ള അതിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ h എന്ന് പറയുന്നത് 90 meter ആണ്. സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 90. അപ്പോൾ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു, വന്ന് വീണു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് റീബൗണ്ട് ചെയ്തു. കുറച്ച് വെലോസിറ്റി ഇവിടെ നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ അത്രയും ഹൈറ്റ് പൊങ്ങില്ല. സോ തിരിച്ചു വന്നു വീണ്ടും. സോ ആ ലോസനാണ് അവൻ്റെ ഹൈറ്റ് കുറയ്ക്കുന്നതിന് കാരണമായത്. ഇതിൻ്റെ നമ്മളുടെ സ്പീഡ് ടൈം ഗ്രാഫാണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവൻ്റെ ഇനിഷ്യൽ സ്പീഡ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് 0 ആണ് ഇനിഷ്യലി. സോ ദ ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ മുതൽ ഇതുവരെ വരുന്ന സമയം നമുക്ക് T1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ടൈം T1 നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √2h ഡിവിഷൻ ബൈ g ആണ്. സോ സ്വാഭാവികപരമായിട്ട് നമുക്ക് അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 90 ആയിട്ട് തന്നിട്ടുണ്ട്, ബൈ 10 ആണ്. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 4.24 സെക്കൻഡ്. ആദ്യത്തെ സമയം കിട്ടി. അതോടൊപ്പം നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം അല്ലേ. സോ സ്പീഡ് ഓഫ് ദ സ്ട്രൈക്കിംഗ് നമുക്കതിനെ ഫസ്റ്റ് v1 എന്ന് നമുക്ക് എടുക്കാം. ആസ് √2gh ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈക്വൽ ടു 2 into that 10 into 90 ആയിട്ട് എടുക്കാം. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് ഈക്വൽ ടു 42 meter/second. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ആദ്യത്തെ റീബൗണ്ട് സംഭവിക്കുന്ന കണ്ടീഷനിൽ ഓർക്കണം, അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് v0 ആണെങ്കിൽ നമുക്ക് പറയാം അത് v1 മൈനസ് അതിൻ്റെ 1/10 നഷ്ടപ്പെടുന്നു എന്നാണ് പറയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/10 ഓഫ് v1 ആണ്. അപ്പോൾ v1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ദാറ്റ് ഈസ് 42. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 37.8 meter/second. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ഇവന് കിട്ടിയ സ്പീഡാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ആസ് v0 എന്ന് പറഞ്ഞ്. അപ്പോൾ അത് എത്തുന്ന സമയം, ഇതുവരെ എത്തുന്ന സമയം T2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് T2 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മുടെ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആയതുകൊണ്ട് ദാറ്റ് ഡിവിഷൻ ബൈ g എന്നെടുത്താൽ മതി. സോ 37.8 ഡിവിഷൻ ബൈ 10 എന്നെടുക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 3.78 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് T2 ഇതുവരെ, വീണ്ടും അതുമുതൽ ഇതുവരെ എടുത്തുന്ന അതേ സമയം എന്ന് പറയുന്നത് 3.78 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം ഫോർ ദാറ്റ് ആഫ്റ്റർ റീബൗണ്ടിങ് തിരിച്ചു വരുന്നത് വരെയുള്ള ടോട്ടൽ സമയം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഡബിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇതുമുതലുള്ള അപ്പം ആദ്യത്തെ 4.24 വരെ ആയപ്പോൾ ഇവിടെ വന്ന് വീണു, എന്നിട്ട് അടുത്ത ബൗണ്ട് വരെയുള്ള സമയം. അപ്പം നമുക്ക് ടോട്ടൽ സമയം കണ്ടുപിടിച്ചാൽ നമ്മുടെ ബോൾ ത്രോ ചെയ്ത് തുടങ്ങി. അപ്പോൾ 4.24 പ്ലസ് ഇതിൻ്റെ മുകളിലുള്ള 3.78 സെക്കൻഡ് വരെ ആയി. അപ്പോൾ അത് ഏറ്റവും ടോപ്പിലായി എത്തിക്കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് അത് 0 സ്പീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ
ഇവിടെ വന്ന് വീഴുകയാണ്. അതിനെടുത്ത സമയവും എന്തായിട്ട് മാറുകയാണ്? യെസ്, ഇറ്റ് ബിക്കംസ് 3.78. സോ അപ്പോൾ നമ്മുടെ ബോള് അവിടെ നിന്ന് വന്ന് വീണു, മുകളിലോട്ട് പൊങ്ങി, തിരിച്ച് ഇതുവരെ വരുന്ന സമയം നമ്മൾ എടുത്തു കഴിഞ്ഞു. യെസ്, ദാറ്റ്സ് ആൾ. അപ്പോൾ സോ ആ വാല്യൂ എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എടുത്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു അറൗണ്ട് 8. So these two together 8.02 plus 3.78. So you get the value as around 11.82 വരെ ആയി കഴിഞ്ഞു. സോ നമുക്ക് 12 സെക്കൻഡ് വരെയുള്ള പ്ലോട്ടിങ്ങിനെ കുറിച്ചാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് കർവ് വരച്ചാൽ ലുക്ക് ചെയ്യാം. നമുക്ക് സ്പീഡ് ടൈം കർവിനെ കുറിച്ചാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. സോ നമുക്ക് ആദ്യത്തെ ഒരു ടൈം ലിമിറ്റ് 4.24 എന്നൊരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് അറൗണ്ട് 8.02 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 11.8 ആണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. പിന്നെ ആദ്യം ഇപ്പോൾ നമുക്ക് ഡ്രോപ്ഡ് ബോഡിയാണ്, 0 ആണ് വെലോസിറ്റി. സോ ഇറ്റ് ഇൻക്രീസസ് ടു വാട്ട്? യെസ്, 42 മീറ്റർ പെർ സെക്കൻഡ് വരെ. സോ നമുക്കതിനെ ഈ ഒരു പോയിൻ്റായിട്ടാണ് നമ്മൾ എടുത്താൽ, സോ ദാറ്റ് ഈസ് 42 മീറ്റർ പെർ സെക്കൻഡ്. സോ പക്ക സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള കർവ് നമുക്ക് കിട്ടി. സോ അടുത്ത ഇവൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 1/10th വെലോസിറ്റി അവിടെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 8.02 ടൈം ആയപ്പോഴത്തേക്കും അവൻ്റെ സ്പീഡ് 0 ആയി. ദെൻ അപ്പോഴ് സോ 1/10th കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 37.8 ആണ്. ഇനി ഒരു കാര്യം ഓർക്കണം, അപ്പോൾ അടുത്ത റീബൗണ്ട് ചെയ്ത് മുകളിലോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ 11.2 വരുമ്പോൾ ആഫ്റ്റർ റീബൗണ്ട്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, വീണ്ടും അതിൻ്റെ 1/10th കളയണം. സോ അവൻ്റെ 1/10th നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ 37.8ൻ്റെ 1/10th വാല്യൂ. സോ 1/10th ഓഫ്, സോ അപ്പോൾ 1/10th വാല്യൂ ഓഫ് 37.8 എന്ന് പറയുമ്പോൾ 3.78 മീറ്റർ പെർ സെക്കൻഡ് നഷ്ടപ്പെട്ടിട്ട് ആഫ്റ്റർ വാല്യൂ എന്ന് പറയുന്നത് 34 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലേക്ക് അത് ഉയർന്നു. സോ അത് കഴിഞ്ഞിട്ട് ബാക്കി വീണ്ടും. സോ നമുക്ക് വേണ്ട കൺസെപ്റ്റ് ഇതാണ്, 12 സെക്കൻഡ് വരെയുള്ള മൂവ്മെൻറ്റ്. സോ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ് വൺ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ക്ലിയർലി വിത്ത് എക്സാമ്പിൾസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് over an interval of time and the total length of path covered by the particle over the same interval. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു 2 എക്സാമ്പിളുകൾ നമുക്കെടുക്കാം. എക്സാമ്പിൾ നമ്പർ 1, ഇപ്പോൾ ഒരു ബോഡി എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിൽ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായിട്ട് അവൻ തിരിച്ച് ഇനിഷ്യൽ പൊസിഷനിലേക്ക് എത്തി എന്നുള്ള ഒരു എക്സാമ്പിളും, രണ്ടാമത്തെ എക്സാമ്പിൾ എ ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പൊസിഷനിൽ തുടങ്ങി സി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുന്ന മറ്റൊരു ബോഡിയും കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്കറിയാം ദ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ദ ഡയറക്ഷണൽ കൺസെപ്റ്റാണ്, ദ ഷോർട്ടസ്റ്റ് സെപ്പറേഷൻ ആണ്. സോ അവിടെ നമുക്ക് 0 എന്നൊരു കൺസെപ്റ്റ് വന്നു. പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ആണ്. സോ ദാറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം 2x ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതേ സിറ്റുവേഷനിൽ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2x ആയിട്ട് കിട്ടി, അതോടൊപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2x ആയിട്ട് നമുക്ക് കിട്ടി. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസസും ഈക്വൽ ആകാം ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്നൊരു കൺസെപ്റ്റിൽ. ഇപ്പം മറ്റേതൊരു കേസസിലും നമ്മുടെ മനസ്സിൽ വരണം ദാറ്റ് ഡിസ്റ്റൻസ് ടേക്ക് ദ മോർ വാല്യൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക.
സോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മേ ഈക്വൽ ടു ഡിസ്റ്റൻസ്. പക്ഷേ സാധാരണ കേസസിൽ ഡിസ്റ്റൻസ് ടേക്ക് മോർ വാല്യൂ കമ്പയർഡ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ കണ്ടത്. അതേപടി അടുത്ത കൺസെപ്റ്റ് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഓവർ ഇൻ്റർവൽ ഓഫ് ടൈം ആൻഡ് ദ ആവറേജ് സ്പീഡ് ഓവർ ദ സെയിം ഇൻ്റർവൽ. എന്നിട്ട് ഷോ ഇൻ ബോത്ത് എ ആൻഡ് ബി ദ സെക്കൻഡ് ക്വാണ്ടിറ്റി ഈസ് എയ്തർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ഫസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്തേ. ആദ്യത്തെ കേസിൽ തുടക്കം തുടങ്ങി അതേ പൊസിഷനിലേക്ക് ബോഡി തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആവറേജ് വെലോസിറ്റി നമ്മളൊന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ദ ടൈം ഇൻ്റർവൽ അല്ലേ നമുക്ക് അവിടെ വരുന്നേ. അപ്പോൾ അവിടെ അത് 0/t ആയിട്ട് മാറിക്കഴിഞ്ഞില്ലേ. പക്ഷേ അവിടുത്തെ ആവറേജ് സ്പീഡൊന്ന് നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പോൾ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇൻ്റർവൽ ആയിട്ട് നമുക്ക് മാറത്തില്ലേ. എന്ന് പറയുമ്പോൾ അത് 2x/t ആയിട്ട് മാറില്ലേ. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആവറേജ് വെലോസിറ്റി വരുമ്പോൾ അത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2x/t ആയി. അതേ സ്ഥാനത്ത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നതും 2x/t ആയി മാറി. അപ്പോൾ ഇതേ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഓർക്കുക വരട്ടെ. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് 0 തുടങ്ങിയിട്ടുള്ള വാല്യൂസ് അവിടെ പോസിബിൾ ആയിട്ട് വരികയാണ്. പക്ഷേ ആവറേജ് സ്പീഡ് വരുമ്പോൾ ഓർക്കുക, സോ ദാറ്റ് വാല്യൂ പോസിറ്റീവ് വാല്യൂ മാത്രമേ എക്സിസ്റ്റഡ് ആകൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ദാറ്റ് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ചില സിറ്റുവേഷനിൽ ഈക്വൽ ആകുന്നു എന്നുള്ളത്. പക്ഷെ സാധാരണ കേസസിൽ ആവറേജ് ഫീൽഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ആണ് കമ്പയർഡ് ടു ആവറേജ് വെലോസിറ്റി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പിടികിട്ടി. വളരെ ഗുഡായിട്ടുള്ള ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനാണ്. എ മാൻ വാക്സ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രം ഹിസ് ഹോം ടു എ മാർക്കറ്റ് 2.5 kilometer away with a speed of 5 km/h. Finding the market closed, he instantly turns and walks back home with a speed of 7.5 km/h. Then what is the magnitude of average velocity and average speed of the man over the time interval 0 to 30 minutes, then 0 to 50 minutes, and then 0 to 40 minutes? You will appreciate from this exercise why it is better define the average speed as a total path length divided by time and not as the magnitude of average velocity. You should not like to tell the tired man on his return home that his average speed was 0. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മുടെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഫോർ ദ ടൈം ഇൻ്റർവൽ 0 to 30 seconds നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. സോ ആദ്യം നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ മാൻ ടു റീച്ച് ദ മാർക്കറ്റ്. That is equal to 2.5 kilometer, the distance traveled by, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, that is equal to 0.5 hour or equal to 30 minutes നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So we can say like this one, displacement in 30 minutes is equal to 2.5. ആ മാർക്കറ്റിൻ്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസസിലെ നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. നമുക്കറിയാം ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2.5 kilometer ആണ്. ടൈം എന്ന് പറയുന്നത് 0.5 hour ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 km/h. അപ്പോൾ ആവറേജ് സ്പീഡ് നമ്മളൊന്ന് കണ്ടുപിടിച്ച ഇതേ കേസിൽ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 kilometer ആണ്. അതിനെടുത്ത സമയം എന്ത് തന്നെ 0.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 km/h. രണ്ടും സെയിം ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കും, 0 to 50 എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം,
ടൈം ടേക്കൺ ടു മാർക്കറ്റ് വരെ അല്ലേ, നമ്മുടെ ഹോം ടു മാർക്കറ്റ് വരെ 30 മിനിറ്റ്സ് കൊണ്ട് അദ്ദേഹം എത്തി. 30 മിനിറ്റ്സ് എടുത്തു. നമുക്ക് റിട്ടേൺ ആകുന്ന സമയം ഒന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് തമ്മിലുള്ള മാർക്കറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് 2.5 കിലോമീറ്ററാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ട്രാവൽ ചെയ്ത സ്പീഡ് എന്ന് പറയുന്നത് 7.5 km/h. അപ്പോൾ നമുക്ക് ഏതാണ്ട് 1/3 അവറായിട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ അത് 20 മിനിറ്റ്സ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും 30 + 20 എന്ന് പറയുമ്പോൾ 50 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. അതാണ് നമ്മളോടുള്ള ചോദ്യമായിട്ട് പറയുന്നത്. എന്ന് പറയുമ്പോൾ ബോഡി ട്രാവൽ ചെയ്ത് തിരിച്ചതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് എത്തി എന്ന് നമ്മൾ പറയുമ്പോൾ ഉറപ്പിച്ചു പറയാം, ആദ്യത്തെ കൺസെപ്റ്റ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് 0 ആയി. പക്ഷേ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ഇൻ്റർവെൽ വരുമ്പോൾ അത് 5 കിലോമീറ്റർ ബൈ, അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലായിട്ടുള്ള സമയം നമ്മൾ കൺസിഡർ ചെയ്താൽ 0.5 + 1/3 അവർ എന്ന് പറയുമ്പോൾ റഫ്ലി ആസ് 5/6 അവർ നമുക്ക് കൊടുക്കാം. എന്ന് പറയുമ്പോൾ 6 km/h ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ രണ്ടാമത്തെ കൺസെപ്റ്റും നമുക്ക് പൂർത്തിയായി. പക്ഷെ അടുത്ത് പറയുന്നത് സിറ്റുവേഷൻ വേറെയാണ്. അവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് 0 to 40 മിനിറ്റ്സിൽ എന്ത് സംഭവിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹോം തുടങ്ങി മാർക്കറ്റ് വരെ എടുത്ത സമയം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത 10 മിനിറ്റ്സിൽ എന്ത് സംഭവിച്ചു എന്നാണ്. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തിരിച്ച്, ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഒരു പർട്ടിക്കുലർ സമയമാകുന്ന സമയത്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം, ദ ടൈം നൗ റിട്ടേണിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ദാറ്റ് നമുക്ക് 40 - 30 എടുത്താൽ 10 മിനിറ്റ്സ് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ 1/6 അവർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1/6 അവർ എന്ന് പറയുന്നത് അത് ട്രാവൽ ചെയ്ത വെലോസിറ്റി എന്ന് പറയുന്നത് 7.5 km/h. എടുത്ത സമയം എന്ന് പറയുന്നത് 1/6 അവറാണ്. എന്ന് പറയുമ്പോൾ 1.25 കിലോമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, വളരെ പ്രാധാന്യമാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 1.25 ആണ്. ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് ആവറേജ് വെലോസിറ്റിയാണ്. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2.5 - 1.25 എടുക്കുക. അപ്പോൾ അത് 1.25 ആയിട്ട് കിട്ടി. അതിനു വേണ്ടി എടുത്ത ടൈം ഇൻ്റർവെൽ എത്രയാണ്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 പ്ലസ് നേരത്തെ നമ്മളെടുത്ത സമയം 0.5 എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2/3 ആണ് അവിടുത്തെ മണിക്കൂറായിട്ട് നമുക്ക് കിട്ടുക. സോ നമുക്ക് കിട്ടിയ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 1.875 ദാറ്റ് മച്ച് km/h. അതേ സ്ഥാനത്ത് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടോട്ടൽ ട്രാവൽ ചെയ്തതല്ലേ, അത് 2.5ഉം 1.25ഉം കൂടെ ചേരുമ്പോൾ അത് 3.75 ആയിട്ട് മാറില്ലേ. സോ 3.75 ബൈ ദ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2/3 അല്ലേ. സോ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു 5.625. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് ഇതുവരെയുള്ള സിറ്റുവേഷനിൽ ആദ്യം ഇത് മുതൽ ഇതുവരെ നമ്മൾ ഡീൽ ചെയ്തു, പിന്നെ ടോട്ടലായിട്ട് ഡീൽ ചെയ്തു, ഇടയ്ക്കുള്ള ഒരു കേസ് വന്നു. അപ്പോൾ അതിൻ്റെ റിട്ടേണിങ് മോഷൻ ബേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സ്പെഷ്യാലിറ്റീസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ വി ക്യാൻ ഗോ വിത്ത് 15th question. So here we have carefully distinguished between the average speed and magnitude of average velocity. No such distinction is necessary when we consider the instantaneous speed and magnitude of velocity.
The instantaneous speed is always equal to the magnitude of instantaneous velocity. അപ്പോൾ ഒരു മൂവ്മെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ കേസ് എടുക്കുമ്പോൾ അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വരുമ്പോൾ ടൈം ഇൻ്റർവൽ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈ രണ്ടിൻ്റെ വാല്യൂവും സെയിം ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ when we talk about the instantaneous speed, we consider only the small interval of time during which the direction of motion of a body is considered to remain unchanged. So, in such a case, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവയുടെ പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിട്ട് വരുന്നു. ഇപ്പോൾ ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഉറപ്പിക്കാം അവയുടെ പാത്ത് ലെങ്തും അതോടൊപ്പം ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിട്ട് വരുന്നത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് the instantaneous speed and the instantaneous velocity are same. So students, നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബാലൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.